അട്ടപ്പാടി ഗൂളിക്കടവിൽ കാട്ടാന ആക്രമണം. ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെ ആന ആക്രമിച്ചു. മിനി, ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവരെയാണ് കാട്ടാന ആക്രമിച്ചത്. ഇരുവരും വരുന്ന ഓട്ടോ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അട്ടപ്പാടിയിലെ മുള്ളിയിൽ ആദിവാസി യുവാവിനും പരിക്ക്. ഞങ്ങളിവര് ആന 2 പേര് ഓട്ടോറിക്ഷ എടുത്തിട്ട് കൽപ്പറ്റിന്റെ താഴേക്ക് ഇട്ടു. കിട്ടുമ്പോൾ ഞങ്ങൾ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെയാണെങ്കിൽ ആന പാലത്തേക്ക് ഞങ്ങളെ ഉണ്ടാവും. എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ആന വലിയൊരു ഒറ്റക്കൊമ്പനാണ്, വലിയ ആനയാണ്. സാജിദ് അജ്മൽ തരും വാർത്തയുടെ വിശദാംശങ്ങൾ. സാജിദ്, ഈ കാട്ടാനക്കലി അടങ്ങുന്നില്ല എന്നതാണ് ഇതിപ്പോൾ ഈ ആഴ്ച തന്നെ എത്രാമത്തെ വാർത്തയാണ് നമ്മൾ ഈ കാട്ടാന ആക്രമണത്തിൻ്റെതായി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നതാണ്. ഈ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുന്നത് പതിവാണോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില അതെങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ആരതി, ഇന്ന് അട്ടപ്പാടിയിൽ മാത്രം 2 സ്ഥലത്തായി കാട്ടാനാക്രമണത്തിൽ 3 പേർക്കാണ് പരിക്ക് ഏറ്റിരിക്കുന്നത്. ആദ്യം അട്ടപ്പാടി ഗൂളിക്കടവ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ടൗൺ ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. ഈ അട്ടപ്പാടിയിലെ ചിറ്റൂര് ഗൂളിക്കടവ് റോട്ടിലാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. ഓട്ടോയിൽ വരികയായിരുന്ന 2 പേരെയാണ് ആന ആക്രമിച്ചത്. ഓട്ടോ ആന കുത്തി മറിച്ചിടുകയായിരുന്നു. മിനി, ഷാജി, ഓട്ടോ ഡ്രൈവർ പ്രസാദ് എന്നിവർക്കാണ് ഈ ആനാക്രമണത്തിൽ ചെറിയ പരിക്കേറ്റത്. വലിയ പരിക്കേറ്റില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുകൂടാതെ മുള്ളി എന്ന് പറയുന്നത് തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. ഈ മുള്ളിയിലും കാട്ടാന ആക്രമണം ഉണ്ടായി. അട്ടപ്പാടിയിലെ ഏറ്റവും കേരളത്തിലെ അവസാന ഗ്രാമമാണ് മുള്ളി. മുള്ളിയിൽ ഈ കാട്ടാനാക്രമണത്തിൽ വെള്ളങ്കിരി എന്ന ആദിവാസി യുവാവിന് പരിക്കേറ്റു. വെള്ളങ്കിരി അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സാജിദ്, ഇവിടെയൊന്നും കാട്ടാനയെ പ്രതിരോധിക്കാനായി ഫെൻസിംഗ് പോലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? അട്ടപ്പാടി എന്നുള്ളത് അതിവിശാലമായി കിടക്കുന്ന സ്ഥലമാണ്. എല്ലായിടത്തും ഫെൻസിംഗ് സംവിധാനം ഇല്ല. കർഷകർ അവരുടെ ഈ ഭൂമി സംരക്ഷിക്കുന്നതിനും മറ്റുമായി ചില സ്ഥലത്ത്, കൃഷി സംരക്ഷിക്കുന്നതിനായി ചില സ്ഥലത്ത് ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വനം വകുപ്പിന്റെ ഫെൻസിംഗ് എന്നുള്ളത് എല്ലാ സ്ഥലത്തും ഇല്ല. നമുക്കറിയാം, അട്ടപ്പാടി എന്നുള്ളത് ആലപ്പുഴ ജില്ലയോളം വലിപ്പമുള്ള വിശാലമായ ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും ഫെൻസിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ശരി, സാജിദ് അജ്മലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്ന്.